വന്യമൃഗശല്യം പരിഹരിക്കാൻ കേരളവും കർണാടകയും തമ്മിൽ ധാരണ. വന്യമൃഗാക്രമണം ചെറുക്കാൻ യോജിച്ചു പ്രവർത്തിക്കുന്നതിന് കേരളവും കർണാടകയും തമിഴ്നാടും തമ്മിൽ ധാരണ. വന്യമൃഗ സംഘർഷ മേഖല അടയാളപ്പെടുത്തുന്നതുൾപ്പെടെ 4 പദ്ധതികൾക്കുള്ള ധാരണാപത്രത്തിൽ കേരളവും കർണാടകയും ഒപ്പിട്ടു. ബന്ദിപ്പൂരിൽ ചേർന്ന അന്തർ സംസ്ഥാന ഏകോപന സമിതി യോഗത്തിലാണ് തീരുമാനം. വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിതമായ മാറ്റം വേണമെന്ന കേരളത്തിന്റെ ആവശ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളും പിന്തുണച്ചു. വയനാട്ടിൽ രൂക്ഷമായ മനുഷ്യ വന്യജീവി സംഘർഷം. സമാന സ്ഥിതിയാണ് കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെയും അതിർത്തി പ്രദേശങ്ങളിൽ. ഈ സാഹചര്യത്തിലാണ് വനം മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗം ബന്ദിപ്പൂരിൽ നടന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ചില തീരുമാനങ്ങൾ യോഗം കൈക്കൊണ്ടു. പ്രശ്നപരിഹാരത്തിന് സഹകരിക്കാൻ 3 സംസ്ഥാനങ്ങളും ധാരണയായി. സംഘർഷബാധിത മേഖലകളുടെ മാപ്പിംഗ് നടത്തും. ഇതിന്റെ കാരണം കണ്ടെത്തും. നടപടികൾ കൈക്കൊള്ളും. പ്രശ്നപരിഹാരത്തിന് അതിവേഗ ഇടപെടൽ സാധ്യമാക്കും. വിദഗ്ധ സേവനം, വിഭവ സഹകരണം, വിവര കൈമാറ്റം തുടങ്ങിയവ വേഗത്തിൽ നടപ്പാക്കും. 1972 വന്യജീവി സംരക്ഷണ നിയമം കാലോചിതമായി പരിഷ്കരിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യത്തെ യോഗത്തിൽ പങ്കെടുത്ത മറ്റ് സംസ്ഥാനങ്ങളും പിന്തുണച്ചു. ഇക്കാര്യത്തിൽ ഐക്യത്തോടെ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വേണം. 50 വർഷത്തിന് മുമ്പുള്ള സാമൂഹ്യ യാഥാർത്ഥ്യമല്ല ഇപ്പോഴുള്ളത്. പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടിന്റെ അപര്യാപ്തത 3 സംസ്ഥാനങ്ങളും നേരിടുന്നതായി യോഗം വിലയിരുത്തി. വംശവർധന ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് കേരളം യോഗത്തിൽ ആവശ്യപ്പെട്ടു. റെയിൽ ഫെൻസിംഗ് അടക്കം ഉള്ള പദ്ധതികൾക്ക് കേന്ദ്രം കാര്യമായി സഹായം നൽകുന്നില്ലെന്നായിരുന്നു കർണാടക വനം മന്ത്രി ഈശ്വർ ഖാണ്ഡ്രയുടെ കുറ്റപ്പെടുത്തൽ. തമിഴ്നാട് വനം മന്ത്രി യോഗത്തിൽ പങ്കെടുത്തില്ല. ഉദ്യോഗസ്ഥർ മാത്രമാണ് പങ്കെടുത്തത്. നോഡൽ ഓഫീസർമാരെ നിയോഗിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ യോഗം തീരുമാനിച്ചു. 3 സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥലത്തിലെ ആശയവിനിമയം തുടരും. 24 വയനാട്. അതിരപ്പള്ളി ആനക്കയത്ത് സ്വകാര്യ ബസ്സിന് നേരെ പാഞ്ഞെടുത്ത കാട്ടാന. കാട്ടിൽ മറഞ്ഞിരുന്ന കാട്ടാന പെട്ടെന്ന് പാഞ്ഞെടുക്കുകയായിരുന്നു. ബസ് വേഗത്തിൽ മുന്നോട്ടെടുത്തതിനാൽ അപകടം ഒഴിവായി. 15 മിനിറ്റോളം റോഡിൽ നിലയുറപ്പിച്ച കാട്ടാനയെ വനപാലകർ തുരത്തി. ആനയ്ക്ക് മദപ്പാടുണ്ടെന്ന സൂചനയെ തുടർന്ന് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക്. ഈ മാസം 15-ന് പാലക്കാടും 17-ന് പത്തനംതിട്ടയിലും എത്തും. NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. അതേസമയം മുന്നണിയെ പ്രതിസന്ധിയിലാക്കി തുഷാർ വെള്ളാപ്പള്ളിയും PC ജോർജും തമ്മിലുള്ള പോര് തുടരുകയാണ്. കേരളത്തിൽ ഇത്തവണയെങ്കിലും അക്കൗണ്ട് തുറക്കുക എന്ന BJPയുടെ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും സംസ്ഥാനത്തെത്തുന്നത്. ഈ മാസം 15-ന് പാലക്കാട് C കൃഷ്ണകുമാറിന്റെയും 17-ന് പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെയും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. നേരത്തെ തൃശൂർ മണ്ഡലത്തിൽ 2 തവണ നരേന്ദ്രമോദി എത്തിയിരുന്നു. K സുരേന്ദ്രന്റെ കേരള പദയാത്രയിൽ പങ്കെടുക്കാനാണ് അവസാനമായി കേരളത്തിലെത്തിയത്. ഇതിനിടെ NDAയെ ആശങ്കയിലാക്കി PC ജോർജും തുഷാർ വെള്ളാപ്പള്ളിയും തമ്മിലുള്ള തർക്കം തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് PC ജോർജിന്റെ പിന്തുണ തേടേണ്ട ആവശ്യമില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി 24നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ എപ്പോഴും ഞങ്ങൾക്ക് കൂടുതൽ വോട്ട് നൽകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആവശ്യമില്ല. അതുപോലെ ഞങ്ങൾ അദ്ദേഹമായിട്ട് യാതൊരു പ്രശ്നമില്ലല്ലോ. അദ്ദേഹം എന്തോ പറയുന്നു, അതും അത് സാധാരണ പറയുന്ന പോലെ പറയുന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് തേടേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക്. കാര്യം അല്ലെങ്കിൽ BJPക്കാരനല്ലേ. NDAക്ക് മത്സരിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും എന്നോട് അഭ്യർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പോയി അവർക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ടത് എന്റെ കടമയാണ്. അതേസമയം കേരളത്തിൽ ഇത്തവണയും BJP ഒരു സീറ്റിലും ജയിക്കില്ലെന്ന് പാർട്ടി വിട്ട് CPIM-ൽ ചേർന്ന AK നസീർ പ്രതികരിച്ചു. 24 കോട്ടയം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തതോടെ സംസ്ഥാനത്ത് പ്രചാരണം സജീവമാക്കി മുന്നണികൾ. ആരോപണ പ്രത്യാരോപണങ്ങളുമായി നേതാക്കൾ കളം നിറഞ്ഞു തുടങ്ങി. സ്ഥാനാർത്ഥി പട്ടികയിൽ കോൺഗ്രസ് വനിതകളെ പരിഗണിച്ചില്ലെന്ന് വിമർശിച്ച ഷമാ മുഹമ്മദ് പാർട്ടിയുടെ ആരുമല്ലെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം മാർച്ച് 14-നകമുണ്ടാകുമെന്ന് വ്യക്തമായതോടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ UDF സ്ഥാനാർത്ഥികൾ റോഡ് ഷോയിലൂടെ മണ്ഡലങ്ങളിൽ സജീവമാകുന്നു. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ LDF മണ്ഡലം കൺവെൻഷനുകളിലേക്ക് കടന്നു. BJPയുടെ നേതൃത്വത്തിലുള്ള NDA സ്ഥാനാർത്ഥികളുടെ സ്വീകരണവും പൗരപ്രമുഖരെ സന്ദർശിക്കുന്ന പരിപാടികളിലുമാണ്. സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതകളെ പരിഗണിച്ചില്ലെന്ന ഷമാ മുഹമ്മദിന്റെ ആരോപണം
KPCC പ്രസിഡന്റ് കെ സുധാകരൻ തള്ളി. അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി, അവരൊന്നും പാർട്ടിയുടെ ആരുമല്ല. രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വം ഇന്ത്യ മുന്നണിയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്ന് ആവർത്തിക്കുകയാണ് CPI. ഇന്ത്യ സഖ്യം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൻ്റെ വിജയത്തിന് വേണ്ടിയാണ് LDF ജയിക്കേണ്ടത്. ആ രാഷ്ട്രീയം വിജയിച്ചാൽ ഞങ്ങൾ ജയിച്ചു. അതിൽ കോൺഗ്രസിന് യാതൊരു പങ്കുമില്ല. കേരളത്തിലെ കോൺഗ്രസ് പ്രത്യേകിച്ചും BJPയുടെ അനുബന്ധമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. രാജ്യത്ത് ഭരണത്തിൽ അധികാരത്തിൽ വരുന്ന മുന്നണിയുടെ പ്രധാനമന്ത്രിയാകേണ്ടതായ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് ഒരു ചെറിയതായിരിക്കുന്ന തലമൊന്നുമല്ല. വയനാട് പാർലമെന്റ് രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് മണ്ഡലമാണ്. തൃശൂരിലെ പ്രവർത്തകരോട് ക്ഷോഭിച്ചതിൽ വിശദീകരണവുമായി BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി രംഗത്ത് വന്നു. ആദിവാസികൾ വന്ന് എൻ്റെ പ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് പറയുന്നു, ഞങ്ങളുടെ വോട്ടുകൾ ചേർത്തിട്ടില്ല, 18 വയസ്സ് തികഞ്ഞ കുട്ടികൾക്ക് വോട്ടില്ല. അപ്പോൾ പിന്നെ എൻ്റെ അണികളെ ഞാൻ വഴക്ക് പറയും. താരപരിവേഷമുള്ളവരെയും ദേശീയ നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികൾക്കാണ് മുന്നണികളുടെ തീരുമാനം. 24 തിരുവനന്തപുരം. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശത്തിൽ ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെ ആരോപണം ആവർത്തിച്ച് കോൺഗ്രസ് നേതാക്കൾ. ബെഹ്റയ്ക്കെതിരായ ആരോപണം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. എന്നാൽ ഇടനില നിന്നതിനെക്കുറിച്ച് അറിയില്ല എന്നും BJP സർക്കാരിനെതിരെ ശക്തമായ നിലപാടാണ് സംസ്ഥാനം സ്വീകരിക്കുന്നതെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് മറുപടി നൽകി. പത്മജ വേണുഗോപാലിനെ BJP പാളയത്തിലെത്തിച്ചതിന്റെ ഇടനിലക്കാരൻ മുൻ DGP ലോക്നാഥ് ബെഹ്റ തന്നെയെന്ന് ആവർത്തിക്കുകയാണ് VD സതീശനും K സുധാകരനും. പിണറായി വിജയനും സംഘപരിവാറിനും ഇടയിലെ ഇടനിലക്കാരൻ ബെഹ്റയാണെന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നും പ്രതിപക്ഷ നേതാവ്. ബെഹ്റയ്ക്ക് അതിൽ പങ്കുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ തെളിവുകളുണ്ട്, ഇവര് നിഷേധിക്കട്ടെ, അല്ലെന്ന് പറയട്ടെ, ഞങ്ങൾ ആ തെളിവുകൾ ഹാജരാക്കാം. ബെഹ്റയുടെ ഇടപെടൽ വ്യക്തമെന്ന് കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി K സുധാകരൻ. സംഭവത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതേസമയം പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനത്തിന് ലോക്നാഥ് ബെഹ്റ ഇടനില നിന്നതിനെ കുറിച്ച് അറിയില്ല എന്നായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. നേതാക്കൾ BJPയിലെത്തുന്നത് കോൺഗ്രസ് നേതൃത്വം പരിശോധിക്കണമെന്നും റിയാസ് പറഞ്ഞു. കോൺഗ്രസിൽ നിന്നും ആളുകൾ ഇങ്ങനെ പോകുന്നതിൽ യഥാർത്ഥത്തിൽ എന്താണ് കാരണമെന്ന് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം പഠിച്ച് അത് തിരുത്താനാണ് അവർ തയ്യാറാവേണ്ടത്. BJP ഗവൺമെന്റിനോട് പോരാടാൻ തയ്യാറുള്ളവരാണ് കേരളത്തിൽ LDF ഗവൺമെന്റ്. അത് പൊളിക്കാൻ വേണ്ടി ഇജ്ജാതി വർത്താനം പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, അതൊക്കെ ജനങ്ങൾക്ക് അറിയുന്ന കാര്യം. പത്മജയുടെ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട് UDF LDF പോരുമുറുകുകയാണ്. 24 കോഴിക്കോട്. കേരളത്തിന്റെ ചുമതലയുള്ള BJP ദേശീയ ജനറൽ സെക്രട്ടറി പ്രകാശ് ജാവ്ദേക്കർ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനെ സന്ദർശിച്ചു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, പാർട്ടി ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ എന്നിവരോടൊപ്പമായിരുന്നു സന്ദർശനം. ഈരാറ്റുപേട്ടയിലെത്തി PC ജോർജിനെയും സന്ദർശിച്ച ശേഷമാണ് പ്രകാശ് ജാവ്ദേക്കർ മടങ്ങിയത്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മമതാ ബാനർജി. പശ്ചിമബംഗാളിലെ 42 ലോക്സഭാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തൃണമൂൽ കോൺഗ്രസ്. BJPയുടെ പതനം ഉറപ്പാക്കാനുള്ള ചരിത്ര ദൗത്യം ഏറ്റെടുക്കുന്നുവെന്ന് മമതാ ബാനർജി പറഞ്ഞു. രാജ്യത്തെ പ്രതിപക്ഷ നിരയുടെ ഉറക്കം കെട്ടുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചടിച്ചു. അതിനിടെ ഹരിയാനയിലും രാജസ്ഥാനിലുമായി 2 BJP MPമാർ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് എത്തി. വങ്കനാട്ടിൽ BJPയെ നേരിടാൻ തങ്ങൾക്ക് തനിച്ച് സാധിക്കുമെന്ന് വ്യക്തമാക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. 42 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ മമതാ ബാനർജി നാമനിർദ്ദേശം ചെയ്തു. മഹുവ മൊയ്ത്ര, അഭിഷേക് ബാനർജി, ശത്രുഘ്ൻ സിൻഹ, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യൂസഫ് പഠാൻ തുടങ്ങിയ പ്രമുഖരാകും തൃണമൂൽ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുക. കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവും സംസ്ഥാന അധ്യക്ഷനുമായ ആദിർ രഞ്ജൻ ചൌധരിയാണ് ബർഹാംപൂരിൽ യൂസഫ് പഠാന്റെ എതിരാളി. കീർത്തി ആസാദ്, ബർദുമാൻ ദുർഗാപൂർ, ഗോപാൽ ലാമ ഡാർജിലിംഗ്, പർമ ബൗദ്ധിക് ബാരക്പൂർ, സൗഗദാർ റോയ് ഡുംഡും, ഹാജി നൂറുൽ ഇസ്ലാം ബസീർഘട്ട്, സയോനി ഘോഷ് ജാദവ്പൂർ, കല്യാൺ ബാനർജി ശ്രീറാംപൂർ തുടങ്ങിയവരും TMC പട്ടികയിൽ ഇടം പിടിച്ചു.
മറുവശത്ത് വീണ്ടും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം ആദ്യമായി വാരണാസിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിപുലമായ വരവേൽപ്പ് ലഭിച്ചു. രാവിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തി സന്ദർശന പരിപാടികൾ തുടങ്ങി. പിന്നീട് ഓൺലൈനായി 10,000 കോടിയുടെ 15 പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിച്ചു. ഡൽഹി വിമാനത്താവളം, ലക്നൌ, പൂനെ എന്നിവിടങ്ങളിലെ പുതിയ ടെർമിനലുകൾ തുടങ്ങിയവ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ബൽക്കി पूरे देश के विकास के लिए कई विकास परियोजनाओं का यहां से शुभारंभ हो रहा है. രാജ്യം വികസനത്തിന്റെ കാര്യത്തിൽ സന്ധി ചെയ്യാത്ത വർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. വികസനം സാധാരണക്കാരന്റേതായി അനുഭവവേദ്യമാകുന്ന ഈ കാലം മുൻകാലങ്ങളിൽ നിന്നും ഭിന്നമാണ്. ഹരിയാനയിലും രാജസ്ഥാനിലും BJPയിൽ നിന്നുള്ള 2 MPമാർ പാർട്ടി വിട്ടു. ഹിസാറിൽ നിന്നുള്ള ബിജേന്ദ്ര സിംഗ്, ചുരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന രാഹുൽ കസ്വാൻ തുടങ്ങിയവരാണ് BJP ബന്ധം ഉപേക്ഷിച്ചത്. BJP വിട്ട ബ്രിജേന്ദ്ര സിംഗ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയിൽ നിന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ചു. 2014 കോൺഗ്രസ് വിട്ടാണ് പിതാവിനൊപ്പം ബ്രിജേന്ദ്ര സിംഗ് BJPയിൽ ചേർന്നത്. BJPയുടെ തിരഞ്ഞെടുപ്പ് സമിതിയുടെ കൂടിക്കാഴ്ചകളും ചർച്ചകളും ഇതിനിടെ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് നടക്കുന്ന സ്ഥാനാർത്ഥി നിർണയ സമിതി യോഗത്തിന് ശേഷം 2ാം ഘട്ട പട്ടിക പ്രഖ്യാപിക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിന്റെ രാജിയിൽ അമ്പരന്ന് ദേശീയ രാഷ്ട്രീയം. അപ്രതീക്ഷിത രാജി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന ഒരുക്കങ്ങൾക്കിടെയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് രാജി എന്നാണ് വിവരം. വിഷയത്തിൽ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നു. BJP ടിക്കറ്റിൽ മത്സരിക്കാനാണോ രാജിയെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ചോദിച്ചു. പുതിയ അംഗങ്ങളെ തീരുമാനിക്കാനുള്ള സമിതി യോഗം അടുത്തയാഴ്ച ചേരും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി ഉണ്ടായിരുന്ന ഭിന്നതകൾ രമ്യമായി പരിഹരിക്കാൻ സാധിച്ചില്ല. ഇതോടെയാണ് രാജിയുടെ മാർഗം അരുൺ ഗോയൽ തെരഞ്ഞെടുത്തത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഉണ്ടായ രാജി തെരഞ്ഞെടുപ്പ് ഒരുക്കത്തെ ബാധിക്കില്ലെന്ന് വ്യക്തമാക്കാനാണ് കമ്മീഷന്റെ ഇപ്പോഴത്തെ ശ്രമം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഏകാംഗം എന്ന നിലയിൽ പ്രവർത്തിക്കാൻ തടസ്സമില്ലാത്ത വ്യവസ്ഥ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന നടപടികൾ പൂർത്തിയാക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വാർത്താ സമ്മേളനം വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ നടത്താൻ പാകത്തിലാണ് തയ്യാറെടുപ്പുകൾ. സംസ്ഥാനങ്ങളിലെ ഒരുക്കങ്ങൾ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗങ്ങൾ ബുധനാഴ്ചയോടെ പൂർത്തിയാകും. അതേസമയം അരുൺ ഗോയലിന്റെ രാജിയെ രൂക്ഷമായി വിമർശിച്ച കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് അദ്ദേഹം BJP സ്ഥാനാർത്ഥിയാകുമോ എന്ന് പരിഹസിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നടക്കേണ്ടതായുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ ഒഴിവ് നികത്താനുള്ള നീക്കങ്ങളും ഇതിനിടെ ആരംഭിച്ചു. ഈ ആഴ്ച തന്നെ കമ്മീഷണർമാരെ നിയമിക്കാനുള്ള സമിതിയുടെ യോഗം വിളിക്കാനാണ് നടപടികൾ. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. വാർത്തകളിലേക്ക് വീണ്ടും. ഇരട്ടക്കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നു. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ വയോധികന്റെ മൃതദേഹാവശിഷ്ടം കണ്ടെത്തി. കക്കാട്ടുകടയിലെ വാടക വീട്ടിൽ മുറിക്കുള്ളിൽ കുഴിച്ചുമൂടിയ നിലയിലായിരുന്നു മൃതദേഹം. പ്രതി നിതീഷ് ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് കൂട്ടാളിയായ വിഷ്ണുവിന്റെ പിതാവ് വിജയനെ കൊലപ്പെടുത്തിയത്. വിഷ്ണുവിന്റെ സഹോദരിയുടെ നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചുമൂടിയ സ്ഥലത്ത് പോലീസിന്റെ പരിശോധന തുടങ്ങി. 7 മണിക്കൂർ നീണ്ട തെളിവെടുപ്പിനോട് പ്രതി നിതീഷ് പൂർണ്ണമായും സഹകരിച്ചു. വിജയനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റികയും കുഴിച്ചുമൂടിയ സ്ഥലവും പ്രതി പോലീസിന് കാണിച്ചു കൊടുത്തു. മൃതദേഹാവശിഷ്ടം പൂർണ്ണമായും പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രതി കാണിച്ചതനുസരിച്ച് ഒരു ബോഡി റിമൈൻസ് കിട്ടിയിട്ടുണ്ട്. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ഓൺഗോയിങ് ആണ്. അന്വേഷണത്തിൽ ആയതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്താൻ പറ്റില്ല. കൂടുതൽ പിന്നെ പറയാം. വിജയന്റെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിക്കുകയായിരുന്നു പ്രതി. അങ്ങനെയാണ് കുറ്റസമ്മതം. അത് പ്രകാരം കാണിച്ചു തന്ന ബോഡി കുഴിച്ചിട്ട സ്ഥലം കാണിച്ചു തന്നു. നമ്മളത് റിക്കവർ ചെയ്തിട്ടുണ്ട്. കാർഡ്ബോർഡ് പെട്ടിയിലാക്കി കുഴിച്ചിട്ടിരുന്ന മൃതദേഹം 3ആയി മടക്കിയ നിലയിലായിരുന്നു. ഷർട്ടും പാൻറ്റുമാണ് ധരിച്ചിരിക്കുന്നത്. 3ആയിട്ട് മടങ്ങി ഒരു ചെറിയ കുഴിയിലെ ഒരു കാർഡ്ബോർഡ് കൂടിനകത്ത് പാൻറ്റും ഷർട്ടും ധരിച്ചാണ് കാണപ്പെട്ടത് മൃതദേഹം. കാർഡ്ബോർഡ് കൂടിനകത്ത് സെല്ലോ ടോപ്പൊക്കെ ഒട്ടിച്ച് പാൻറ്റും ഷർട്ടും ധരിച്ചിട്ടുണ്ട്. പിന്നെ അഴുകിയ നിലയിലാണ് മൃതദേഹം കാണപ്പെടുന്നത്. ഒട്ടേറെ ദുരൂഹതകൾ നിറഞ്ഞതാണ് കക്കാട്ടുകടയിലെ വീടെന്ന് പഞ്ചായത്ത് അംഗം രമാ മനോഹരൻ. കുഴിച്ചിട്ട മുറിയുടെ ഒരു 3 അടിയോളം അകലത്തിലാണ് ഒരു കുഴി എടുത്തിരിക്കുന്നത്. ആ കുഴി മൂടിയിട്ടുണ്ട്. പക്ഷേ മൂടിയത് വ്യക്തമായിട്ട് മൂടിയിട്ടില്ല. സിമെന്റ് ഇട്ട് തറയൊക്കെ ഇപ്പോഴും ഒരു കുഴിയായിട്ട് തന്നെയാണ് കിടക്കുന്നത്. വ്യത്യസ്തമായിട്ട് തന്നെ കിടക്കുന്നത്. നമുക്ക് കണ്ടാൽ അത് മനസ്സിലാകുന്ന
വീടിൻ്റെ അകം മൊത്തം പ്ലാസ്റ്റിക് കൂടുകളും ചാക്കുകളും ഒക്കെയാണ്, തുണിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുക. 2016 നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ നിതീഷ്, കൊല്ലപ്പെട്ട വിജയൻ, മകൻ വിഷ്ണു എന്നിവർ പ്രതികളാണ്. കുഞ്ഞിന്റെ കാലിൽ വിജയൻ പിടിക്കുകയും നിതീഷ് മൂക്കും വായും തുണി കൊണ്ട് മൂടി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. മൃതദേഹം മറവു ചെയ്യാൻ വിഷ്ണു സഹായിച്ചു. മൃതദേഹാവശിഷ്ടത്തിനായി പോലീസ് തിരച്ചിൽ തുടങ്ങി. വിഷ്ണുവിന്റെ സഹോദരിക്കും നിതീഷിനും ജനിച്ച കുഞ്ഞിനെ നാണക്കേട് ഭയന്നാണ് കൊലപ്പെടുത്തിയതെന്നാണ് മൊഴി. വിഷ്ണുവും നിതീഷും കഴിഞ്ഞ ദിവസം മോഷണത്തിനിടെ പിടിയിലായതോടെയാണ് നാടിനെ ഞെട്ടിച്ച ഇരട്ട കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. 24 ഇടുക്കി. ഡൽഹി കേശവ്പൂരിൽ കുഴൽക്കിണറിൽ വീണ യുവാവിനായുള്ള മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം വിഫലം. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് മന്ത്രി അതിഷി മർലേന ചീഫ് സെക്രട്ടറിക്ക് കത്തെഴുതി. കേശവ്പൂരിലെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിനടുത്തുള്ള കുഴൽക്കിണറിൽ വീണ യുവാവിനായി നടത്തിയ 15 മണിക്കൂർ നീണ്ട രക്ഷാദൌത്യമാണ് വിഫലമായത്. വൈകിട്ട് 3 മണിയോടെ മൃതദേഹം NDRF സംഘം പുറത്തെടുത്തു. മരിച്ച യുവാവിന് 30 വയസ്സിനടുത്ത് പ്രായമുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് അപകട വിവരം അഗ്നിരക്ഷാസേന അറിയുന്നത്. പ്രദേശത്തെ ഒരു ചെറിയ മുറിക്കുള്ളിലെ കുഴൽക്കിണറിലാണ് യുവാവ് വീണത്. കിണറിന്റെ മേൽമൂടിയിലെ പൂട്ട് തകർന്ന നിലയിലാണ് കണ്ടെത്തിയതെന്ന് മന്ത്രി അതിഷി പറഞ്ഞു. വീഴ്ച പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനും ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. കുഴൽക്കിണറിൽ യുവാവ് എങ്ങനെ വീണു എന്നതിൽ ദുരൂഹത തുടരുകയാണ്. മോഷണ ശ്രമത്തിനിടെ അബദ്ധത്തിൽ കുഴൽക്കിണറിൽ വീണതാകാമെന്നാണ് പോലീസ് നിഗമനം. മരിച്ചയാളുടെ ബന്ധുക്കൾ പോലീസുമായി ബന്ധപ്പെട്ടില്ലെന്നാണ് വിവരം. ആശിഷ് ഭട്ടിനോടൊപ്പം ആർ അച്യുതൻ, 24 ഡൽഹി. രാജ്യവ്യാപകമായി കർഷക സംഘടനകൾ നടത്തിയ ട്രെയിൻ തടയൽ സമരത്തിൽ പലയിടത്തും റെയിൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. പഞ്ചാബിൽ 62 ഇടങ്ങളിലാണ് കർഷകർ ട്രെയിൻ തടഞ്ഞത്. തുടർന്ന് 9 ട്രെയിനുകൾ റദ്ദാക്കി. ചില കർഷകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പഞ്ചാബിലെ അതിർത്തികളിൽ സമരം ചെയ്യുന്ന കർഷകർ അവിടെ തന്നെ സമരം തുടരും. ഹരിയാനയിലെ കർഷക നേതാക്കൾക്ക് പോലീസ് ചോദ്യം ചെയ്യലിന് നോട്ടീസ് അയച്ചു. ജന്തർ മന്ദറിലെത്തി സമരം ചെയ്യാൻ ശ്രമിച്ച കർഷകരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് കർഷകരുടെ ആരോപണം. തൃശൂർ വെള്ളികുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിലെ 2 കുട്ടികളുടെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 8 വയസ്സുള്ള അരുൺകുമാറിന്റെയും 15 വയസ്സുള്ള സജിക്കുട്ടന്റെയും പോസ്റ്റ്മോർട്ടത്തിൽ അസ്വാഭാവികത കണ്ടെത്തിയില്ല. ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. സൂരജ്, നേരത്തെ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയെങ്കിലും ചില സംശയങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെ ഒരു ദുരൂഹതയ്ക്ക് പ്രസക്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങളെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിവരങ്ങൾ സൂരജ് സജി? മൃതദേഹങ്ങളുടെ കാലപ്പഴക്കമായിരുന്നു ഇത്തരമൊരു ദുരൂഹതയും അതുപോലെ തന്നെ ഈ മരണത്തിൽ ഒരു അവ്യക്തതയും നിലനിർത്തുന്നതിലേക്ക് നയിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ മരണകാരണങ്ങളായി പറയുന്നത് ഈ മരത്തിൽ വീണ് ഉള്ള പരിക്കുകൾ തന്നെ എന്നുള്ളതാണ് പറയുന്നത്. ഈ 8 വയസ്സുകാരൻ അരുൺകുമാറിന്റെ മൃതദേഹമാണ് ഇന്നലെ ഈ മരത്തിന് ചുവടിൽ വീണ തരത്തിൽ ഒരാഴ്ചയോളം പഴക്കമുള്ള തരത്തിലുള്ള മൃതദേഹം കണ്ടെത്തുന്നത്. പക്ഷേ ഈ സജിക്കുട്ടന്റെ മൃതദേഹം, അതായത് 15 വയസ്സുകാരനാണ്, ഈ സജിക്കുട്ടന്റെ മൃതദേഹത്തിന് അധികം കാലപ്പഴക്കം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് 200 മീറ്റർ അകലെയായിരുന്നു ഈ മൃതദേഹം കണ്ടെത്തിയിരുന്നത്. തുടർന്ന് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരം പുറത്തു വരുമ്പോൾ ഈ സജിക്കുട്ടന് ഈ മരത്തിൽ നിന്ന് വീണ് നട്ടെല്ലിന് പരിക്കേറ്റിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ഈ ക്രൈം സ്പോട്ടിൽ നിന്ന് 100 മീറ്റർ ദൂരം ഇദ്ദേഹം ഇഴഞ്ഞു നീങ്ങിയതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ് നടന്നു പോകാൻ കഴിയാത്തതിനെ തുടർന്നാണ് ഈ ഇഴഞ്ഞു നീങ്ങിയതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പരിക്കേറ്റതിന് ശേഷം ഏറെ ദിവസം ഇദ്ദേഹം ഈ വനത്തിനുള്ളിൽ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് എന്തായാലും പുറത്തു വരുന്ന വിവരം. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരൂഹതയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
രാജ്യസഭയിൽ ഭൂരിപക്ഷം കിട്ടിയാൽ ഭരണഘടന മാറ്റിയെഴുതുമെന്ന് BJP MP. ഹിന്ദുക്കളെ അടിച്ചമർത്തുന്ന അനുച്ഛേദങ്ങൾ തിരുത്താൻ ലോക്സഭയിൽ 400 സീറ്റ് മാത്രം പോരാ. രാജ്യസഭയിലും ഭൂരിപക്ഷം വേണമെന്ന് കർണാടകയിലെ BJP MP അനന്ത് കുമാർ ഹെഗ്ഡെ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് റാലിക്കിടെയായിരുന്നു വിവാദ പരാമർശം. പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. മനേഷ് മൂർത്തി വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. മനേഷ്, എന്താണ് ഈ അദ്ദേഹത്തിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ഈ വിവാദ പരാമർശത്തോടുള്ള വിവിധ രാഷ്ട്രീയ പ്രതികരണങ്ങൾ എങ്ങനെ, മനേഷ് മൂർത്തി? ശ്രീജിത്ത്, ഇന്നിപ്പോൾ BJPയുടെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് ഈ ഒരു വിവാദ പരാമർശം ഉണ്ടാകുന്നത്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ലോക്സഭയിലേക്ക് 400 സീറ്റ് വേണം ഇത്തവണ എന്നുള്ളതാണ്. അത് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ഭരണഘടന ഉണ്ടാകാൻ മാറ്റങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ രാജ്യസഭയിലും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകളിലുമൊക്കെ ഭൂരിപക്ഷം വേണം. അങ്ങനെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ രീതിയിൽ, അതായത് ഹിന്ദുക്കളെ അടിച്ചമർത്തുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ തിരുത്തുന്നതിന് ലോക്സഭയിലൊപ്പം തന്നെ രാജ്യസഭയിലും അതുപോലെ സംസ്ഥാന സർക്കാരുകളിലും എല്ലാം തന്നെ കൃത്യമായ ഭൂരിപക്ഷം വേണം എന്നുള്ളതാണ് എന്തായാലും ഈ രീതിയിലുള്ള ഒരു പരാമർശം. കോൺഗ്രസ് ഈ പറഞ്ഞ വിവാദ പരാമർശത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. പരാതി നൽകുമെന്നുള്ളതാണ് കോൺഗ്രസ് അറിയിക്കുന്നത്. കാരണം ആ രീതിയിലുള്ള ഒരു പരാമർശം തന്നെയാണ് ഇപ്പോൾ ഈ ആനന്ദ് കുമാർ ഹെഗ്ഡെയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി, മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഐ ലീഗ് ഫുട്ബോളിൽ വിജയവഴിയിൽ തിരിച്ചെത്താൻ ഗോകുലം കേരള FC ഇന്നിറങ്ങും. മത്സരം അല്പസമയത്തിനകം കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. റിയൽ കശ്മീരാണ് എതിരാളികൾ. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. സമീർ, ഗോകുലത്തിന്റെ പ്രതീക്ഷകൾ എങ്ങനെ? സമീർ, ശ്രീജിത്ത്, വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഗോകുലം കേരള FC ഇന്ന് ഇറങ്ങുന്നത്. ഇന്നത്തെ മത്സരം ഏറെ നിർണായകവുമാണ്. കഴിഞ്ഞ മത്സരങ്ങളിൽ തുടർച്ചയായ 6 ജയങ്ങളാണ് ഗോകുലം കേരള FCക്ക് സ്വന്തമായിരുന്നത്. അതിലൂടെ 2ാം സ്ഥാനത്തേക്ക് അവർ എത്തുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ 2 മത്സരങ്ങൾ തുടർച്ചയായി അവർ പരാജയപ്പെടുകയും പിന്നീട് 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഇന്നത്തേത് ഉൾപ്പെടെ 4 മത്സരങ്ങളാണ് ഈ 2ാം പാദത്തിലുള്ളത്. ഈ 4 തുടർച്ചയായുള്ള ജയങ്ങളിലൂടെ മാത്രമേ അവർക്ക് മുന്നേറാൻ കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു സാധ്യത അവർ കാണുന്നുമുണ്ട്. പക്ഷേ അത്തരമൊരു സാധ്യത ഉണ്ടായില്ല എങ്കിൽ അവരുടെ ഈ കിരീട സ്വപ്നം പൊലിയും. മാത്രമല്ല ഈ ഒരു കിരീടം അവർക്ക് നേടാൻ കഴിഞ്ഞാൽ ഇത് ഐ ലീഗിലെ 3ാം കിരീടമായിരിക്കും. ഇത്തരം ഒരു കിരീട നേട്ടത്തിലൂടെ ISL എന്നുള്ള വലിയ സ്വപ്നത്തിലേക്ക് അവർക്ക് അടുക്കാനും കഴിയും. എന്തായാലും അത്തരം സ്വപ്നവുമായാണ് അവർ ഇന്ന് ഇറങ്ങുന്നത്. റിയൽ കശ്മീരും വലിയ ടീമാണ്. അവർക്കെതിരെ വിജയിക്കുക എന്നുള്ളത് വലിയ ശ്രമകരം തന്നെയാണ്. റീജിത്ത്, ശരി. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് എന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ റിപ്പോർട്ടോടുകൂടി പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.